അഭിഷേകം ചെയ്യുക. വേലക്കാർ ചുരുക്കം ഞങ്ങളെയും വിശ്വസ്തരാമിൻ ദാസരായി തീരാൻ അഭിഷേകം ചെയ്യുക. ബലിയായി നീ തീർന്നതോ, ഒളിയായി ഞാൻ മാറിടാം. പരനേ ഞാൻ പോയിടാം. ദയയിൽ നിൻ സാക്ഷിയാം തരും. കുട്ടികള്, ഈ കുട്ടികൾക്ക് എന്തൊരു ഉഷാറില്ലാത്ത? ഒന്നുകൂടെ കുട്ടികള്, എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? ശരി, നമുക്ക് ആദ്യം ഹാജരെടുക്കാം. ഓക്കെ, ജെയിംസ് കുട്ടൻ, പിന്നെ ഡേയ്സ് മോള്, ഹാജർ പറയണം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. രണ്ടു കുട്ടികളുടെ പേരെ വിളിച്ചോളൂ, സമയപരിധി കൊണ്ടാട്ടോ. ശരി, നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ഉണ്ട്. പ്രതികരണം വേണം അല്ലേ? ശരി, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പോകുവാൻ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, നോക്കിക്കോളൂ കേട്ടോ, നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ഇതെന്തൊരു സാധനം? നമ്മുടെ സ്കൂളിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എത്ര പെൻസിൽ കൊണ്ട് കളഞ്ഞില്ലേ? എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ അപ്പനും അമ്മയൊക്കെ നമ്മുടെ തൊഴിൽ തരില്ല, നമുക്ക് തരും. മിണ്ടാറില്ല, കാണാതെ പോയി. ചിലരൊക്കെ ഇത് നല്ല രൂപത്തിലിരിക്കുകയാണ്, തിരിച്ച് വരുമ്പോഴത്തേക്കും പൊടിച്ച് ചെത്തി ഇത്രയും കഷ്ണമൊക്കെ ആക്കിയിട്ടൊക്കെ വരാറുണ്ട്. ഇപ്പൊ സാരാംശം മനസ്സിലാക്കുക, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പുതിയ പെൻസിൽ നമുക്ക് തന്നു, തിരിച്ചു വന്നപ്പോ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും? ഭയങ്കര ഭാരവും ദുഃഖം തോന്നില്ലേ? പെൻഷൻ നഷ്ടപ്പെട്ടതിന്റെ അല്ല, അപ്പനെ അടിക്കും എന്നുള്ളതിന്റെ ആയിരിക്കും അല്ലേ? എന്തായാലും നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തുണ്ടാവും? വളരെ വിഷമവും ഭാരവും ഒക്കെ നമുക്ക് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന നമ്മുടെ വേദനയെ സംബന്ധിച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു സാധനം തിരികെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? സന്തോഷം. ആ സന്തോഷം മുഖത്തിൽ കാണാനില്ലല്ലോ. നഷ്ടപ്പെട്ടു പോയാൽ തിരികെ കിട്ടും, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? ഓക്കെ, എന്നിട്ട് അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു അപ്പന് ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി. ആ മകനെ എന്ത് ചെയ്തു? പിന്നീട് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിക്കാൻ പോകും. പണ്ട് യാക്കോബ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. നിങ്ങൾ യാക്കോബിനെ കുറിച്ച് കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലോ. എവിടെ വെച്ചാണ് യാക്കോബിനെ നമുക്ക് മനസ്സിലാക്കി തന്നത്? ഒരു യാബോക്ക് കടവിന്റെ നടുവിലിരുന്നു കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ യാക്കോബ് തന്നെയാണ് ആര്? ഈ യാക്കോബ്. ഓക്കെ, നമ്മുടെ വീടിന് അപ്പുറത്ത് ഒരു യാക്കോബ് ചേട്ടൻ അറിയില്ലേ? ജോയ്മോന്റെ വീടിന്റെ അടുത്തൊരു യാക്കോബില്ലേ? ഓക്കെ, ആ യാക്കോബിന് ഒരു ദിവസം യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. എത്ര മക്കളുണ്ടായിരുന്നു? നമുക്ക് അതിനെ കുറിച്ച് ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്താലോ? ഓക്കെ, അപ്പോ ജെയിംസ് മോനെ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് എടുത്ത് വായിച്ചേ, പെട്ടെന്ന് വായിച്ചു തന്നെ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 23-26 വാക്യങ്ങൾ. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ആരുടെ മക്കളെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്? എത്ര മക്കളായിരുന്നു? 12 മക്കൾ.
വായിച്ചു കേൾക്കൂ. യാക്കോബിന്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യജാതൻ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബൂലൂൻ. റാഹേലിന്റെ പുത്രന്മാർ യോസെഫും ബെന്യാമീനും. റാഹേലിന്റെ ദാസിയായ ബിൽഹയുടെ പുത്രന്മാർ ദാനും നഫ്തലിയും. ഓക്കെ, മതിമോനെ ഇഷ്ടപ്പെട്ടു, നല്ല കേട്ടോ. ശരി, നമ്മുടെ ഈ വർക്ക് ബുക്കിനകത്ത് ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. നമ്മളിവിടെ എഴുതിയിരിക്കണം, കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഇതിനകത്ത് എന്ത് ചെയ്യണം? ഈ ബൈബിൾ ഭാഗം നോക്കി ആ പേരുകൾ മുഴുവനും ഓർഡർ ആയിട്ട് എഴുതണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. ഒന്നാമത്തെ ആളാരാണ്? രൂബേൻ. ആര്? രണ്ടാമത്തെ ആള് ശിമയോൻ. മൂന്നാമത്തത് ലേവി. ആര്? നാലാമത്തത് യഹൂദ. അഞ്ചാമത്തത് സെബൂലൂൻ. ആറാമത്തത് ഇസ്സാഖാർ. ഏഴാമത്തത് ദാൻ. 8 ഗാദ്. 9 ആശേർ. 10 നഫ്താലി. 11 ആളാണ് കാണാതെ പോയത്. ആളുടെ പേര് ജോസഫ്. ഒരിക്കലും മറക്കരുത്. കാണാതെ പോയത് ആരായിരുന്നു? ജോസഫ്. ഏറ്റവും അവസാനത്തെ ആള് ബെന്യാമീൻ. ഇങ്ങനെ 12 മക്കൾ ഉണ്ടായിരുന്നു. ആർക്ക്? യാക്കോബിന്. അതിൽ 11ാമത്തെ ആളായ യോസേഫിനെ കാണാതെ പോയി. യാക്കോബിന്റെ വാർദ്ധക്യ കാലത്ത് മകനായതുകൊണ്ട് യോസേഫിനോട് വളരെയധികം സ്നേഹം ആ അപ്പന് ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, നിങ്ങളുടെ ജന്മദിനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനമായിട്ട് മാതാപിതാക്കന്മാർ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരാറില്ലേ? ഈ കുട്ടീനെ കണ്ടിട്ട് ഉടുപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. കിട്ടിയിട്ടില്ലേ? നമ്മുടെ അടുത്ത ജന്മദിനത്തിന് നല്ലൊരു ഉടുപ്പ് കിട്ടാൻ നമുക്ക് യേശുവിനോട് ഓക്കെ. അപ്പൊ നമുക്ക് ആ സമ്മാനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ? ഇതുപോലെ യോസേഫിന് തന്റെ പിതാവ് വാർദ്ധക്യത്തിൽ മകനായതുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട വസ്ത്രം, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള വസ്ത്രം കൊടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പിതാവ് ഈ യോസേഫിനെ വിളിച്ചിട്ട് തൻ്റെ സഹോദരന്മാരുടെ സ്നേഹമന്വേഷണത്തിനായി പറഞ്ഞു വിട്ടു. അവർക്ക് കുറെ ആഹാരങ്ങളൊക്കെ ആയിട്ടാണ് യോസേഫിനെ പറഞ്ഞു വിടുന്നത്. ഓക്കെ, യോസേഫ് തന്റെ പിതാവായ യാക്കോബിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കൂടാതെ യോസേഫ് ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ദൈവിക സ്വപ്നങ്ങൾ കാണുന്ന ആളായിരുന്നു. 2-3 ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലേ യോസേഫിന്. എന്തൊക്കെയായിരുന്നു? യോസേഫ് അനുസരണമുള്ളവരായിരുന്നു. നമ്മളൊക്കെ ആരെ അനുസരിക്കണം? മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അതോടൊപ്പം നമ്മുടെ ദൈവത്തെയും അനുസരിക്കില്ലേ? കുട്ടികളെ അനുസരിക്കോ? അനുസരിക്കും. ഓക്കെ. സഹോദരന്മാരെ കുറിച്ചുള്ള യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് താൻ വിവരിച്ചു. അതുകൊണ്ട് എന്തുണ്ടായെന്നറിയാമോ? ഈ സഹോദരന്മാർക്ക് തന്നോട് നീരസമുണ്ടായി. നീരസം ഉണ്ടായി. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ഭാഗം പിന്നീട് പഠിക്കാട്ടോ. നമ്മള് ദൈവമൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ആലോചന ഒരാളോട് പറയാനായിട്ട് ഏൽപ്പിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവാചകൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രവാചകൻ ഇസ്രായേൽ എന്ന രാജ്യത്തുണ്ടായിരുന്നു. ആളുടെ പേരാണ് ഏലിയാവ്. ആരായിരുന്നു? ഏലിയാവ്. ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മള് കൊരട്ടി, ചാലക്കുടി എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ തന്നെ പണ്ടത്തെ ഒരു സ്ഥലമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് കേൾക്കാം, നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറില്ല ഇസ്രായേൽ എന്ന്. ഓക്കെ. അപ്പൊ ഇസ്രായേൽ എന്ന രാജ്യത്ത് ആരുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ? ഏലിയാവ് എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ഏലിയാവ് എന്ന പ്രവാചകന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? എന്തായിരുന്നു എന്നറിയോ? ആ കുട്ടിക്ക് നല്ലവണ്ണം അറിയാം. കുട്ടി എല്ലാ കഥയും പഠിച്ച് നല്ല സെറ്റായിട്ട് വന്നിരിക്കുക. അപ്പോ എന്തായിരുന്നു പ്രവാചകന്റെ പ്രത്യേകത എന്നറിയോ? ഈ ദൈവം പറഞ്ഞത് കേൾക്കാത്ത ആളുകളെയൊന്നും ഈ പ്രവാചകന് പേടി ഉണ്ടായിരുന്നില്ല. ആരും പേടിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊക്കെ ചിലവരെയൊക്കെ നമുക്ക് പേടിയല്ലേ. പക്ഷെ ഈ പ്രവാചകന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പ്രവാചകന്
ദൈവം പറഞ്ഞത് കേൾക്കാത്ത ആരെയും എന്താ, അത് രാജാവാണെങ്കിൽ പോലും എന്താണ്, പേടിയൊന്നുമില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഇസ്രായേലിലെ രാജാവ് ആഹാബായിരുന്നു കേട്ടോ. ഈ ആഹാബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ ഒരു കാര്യം കേൾക്കത്തില്ല. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്കാതെ ഇരിക്കുന്ന പോലെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ഓടത്തില്ലേ, അതുപോലെയൊക്കെയായിരുന്നു. ദൈവം പറഞ്ഞതൊന്നും എന്ത് ചെയ്തില്ലായിരുന്നു, കേൾക്കില്ലായിരുന്നു. അപ്പോൾ ഈ ദൈവം പറഞ്ഞത് കേൾക്കാണ്ടായപ്പോൾ ദൈവത്തിന് എന്താ, അത് ഇഷ്ടക്കേടായി. നമ്മുടെ അച്ഛനമ്മയ്ക്ക് അങ്ങനെയല്ലേ, നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലേ നമുക്ക് ഇഷ്ടക്കേടാവില്ലേ, അതുപോലെ എന്ത് ചെയ്തു, ഇഷ്ടക്കേടായി. അങ്ങനെ ദൈവം പ്രവാചകനായ ഏലിയാവിനോട് ആഹാബിനോട് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ അയക്കുക. അവിടെ ചെന്നിട്ട് ഏലിയാവ് എന്താ, രാജാവിന് പേടിയൊന്നും ഇല്ല. എന്ത് ചെയ്തു, ദൈവം പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഏലിയാവ് അങ്ങ് എന്ത് ചെയ്തു, കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ദൈവം ഏലിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നൊരു സ്ഥലത്തേക്ക് അയക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യുക, അവിടേക്ക് വെക്കോളാൻ പറഞ്ഞു. എവിടേക്കാണെന്നറിയോ, സാരാഫത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇസ്രായേലിനെ പോലെ തന്നെ ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത്, സാരഫത്ത്. പക്ഷെ ഈ സാരഫത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ആ സ്ഥലം ആർക്കും ഇഷ്ടമല്ല. അതായത് ഒരു ചെറിയ സ്ഥലമാണ്. നമ്മളിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, നമുക്ക് കൊരട്ടി ഇഷ്ടമില്ലാന്നോ ഇല്ലെങ്കിൽ ചാലക്കുടി ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? ചിലവർക്ക് അങ്ങനെയാണ്, ചില സ്ഥലങ്ങളൊന്നും എന്തല്ല, ഇഷ്ടമല്ല. അപ്പോൾ ഈ ഇസ്രായേൽക്കാർക്കും ഇങ്ങനെ അന്നത്തെ ആളുകൾക്കൊക്കെ എന്താണ്, ഈ സാരാഫത്ത് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എന്താ, നമുക്ക് എല്ലാ സ്ഥലവും ഇഷ്ടപ്പെടണം അല്ലേ? ദൈവം ഉണ്ടാക്കിയതല്ലേ എല്ലാ സ്ഥലവും അല്ലേ? എല്ലാം നമുക്ക് എന്താണ്, മനോഹരമാണ്. അതുപോലെ വ്യക്തികളാണെങ്കിൽ എന്താണ്, അത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, സ്നേഹിക്കണം അല്ലേ? അപ്പോൾ ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഒരുപോലെ സ്നേഹിക്കണം. എല്ലാ സ്ഥലങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരുപോലെ ഇഷ്ടപ്പെടണം. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി നോക്കിയാലോ? ഓക്കെ, നമ്മുടെ ഇതേ 3ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ ആക്ടിവിറ്റി കണ്ടോ? എല്ലാവരും ബുക്കിലേക്ക് നോക്കിയേ, കണ്ടോ? എന്താണ് കൊടുത്തേക്കുന്നത്? ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം, സ്നേഹിക്കണം. എല്ലാവരും സ്നേഹിക്കണം കേട്ടോ. ഇത് അവിടെ കുട്ടികളൊക്കെ യോജിപ്പിക്കാനായിട്ട് കാണിച്ചിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യാം, വേഗം അത് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, എന്താ അവിടെ കിട്ടിയേ? ഒരു ഹാർട്ട് ഷേപ്പിന്റെ ഉള്ളില് ഗോഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതല്ലേ. ഈ ഹാർട്ട് ഷേപ്പ് എന്തിനാ കാണിക്കുന്നത്? സ്നേഹത്തെയാ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരെയും സ്നേഹിക്കണം. അങ്ങനെയാണ് ഈ ഏലിയാവിന് എല്ലാവരും സ്നേഹമുള്ളത് കൊണ്ടല്ലേ ദൈവം പറഞ്ഞപ്പോ തന്നെ സാരാഫത്തിലേക്ക് ആരും പോകാത്ത, ആർക്കും ഇഷ്ടമില്ലാത്ത ആ സ്ഥലത്തേക്ക് പോയത്. അങ്ങനെ ഏലിയാവ് എന്ത് ചെയ്യാണ്, സാരാഫത്തിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എത്തിയപ്പോണ്ടല്ലോ ഒരു സ്ത്രീ കാണുവാണേ. അതായത് വിറകൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീനെ ആര് കാണുന്നു, ഏലിയാവ് കാണുന്നു. അങ്ങനെ ഏലിയാവ് എന്ത് ചെയ്തു, ആ സ്ത്രീയുടെ അടുത്ത്, സ്ത്രീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, എന്തിനാ വിറക് പെറുക്കുന്നത്? ആഹാരം പാകം ചെയ്യാൻ വേണ്ടി വിറക് പെറുക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഏലിയാവ് എന്ത് ചെയ്തു, വിറക് പെറുക്കുന്ന കണ്ടപ്പം എന്നാ പിന്നെ ചെന്ന് ചോദിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, സാരാഫത്തിലെ വിധവയുടെ അടുത്തു. അത് പറഞ്ഞപ്പോഴാണ് വിധവ എന്ന് ടീച്ചർ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് വിധവയുടെ കാര്യം പറയാൻ വന്നോയെ. അന്ന് ആ സ്ത്രീയെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ത്രീ ആരായിരുന്നു? വിധവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഭർത്താവില്ലാത്ത, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിധവ എന്ന് പറയുന്നത്. ഈ വിധവകളെയൊന്നും അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്തും അതെ, എന്താണ്, വലിയ അംഗീകാരമൊന്നും ഇല്ല കേട്ടോ. അതായത് ആരും ഒരു പരിപാടിക്ക് വിളിക്കത്തില്ല, നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. അവര് ഓർണമെന്റ്സ് ഇടുന്നവരാണെങ്കിൽ അവർക്ക് എന്താ, അതൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരാൾക്കാരാണ് ആര്, വിധവ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എന്താ പഠിച്ചേ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിധവ എന്നൊക്കെ നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ ദൈവം ആരും അംഗീകരിക്കാത്ത ആളിന്റെ അടുക്കലേക്കൊക്കെയാണ് ആരെ അയച്ചത്, നമ്മുടെ പ്രവാചകനായ ഏലിയാവിനെ അയക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന വിധവയുടെ അടുത്തേക്ക് ഏലിയാവ് വന്നു. ഏലിയാവ് വന്നിട്ട് എന്താ പറയുന്നത്, എനിക്ക് എന്ത് വേണം, ഒരപ്പം വേണമെന്ന് പറയുന്നുണ്ട്. ഫുഡ് നമ്മൾ എന്തിനാ കഴിക്കുന്നത്? നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം? നിങ്ങൾക്കൊന്നും ആരോഗ്യം ഇല്ലാത്ത പോലെ ഇരിക്കുന്ന കാലത്ത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒന്നും നന്നിട്ടില്ല അല്ലേ നമുക്ക്. ഫുഡ് കഴിക്കാനുള്ള സമയം അതുകൊണ്ട് ആ കുട്ടിക്ക് എന്താ, ഒരു ആരോഗ്യം ഇല്ല, ഒന്ന് സംസാരിക്കുന്നതിനൊന്നും എന്തില്ല, സൗണ്ട് ഇല്ല. പക്ഷെ നമ്മൾ എന്തിനാ ആഹാരം കഴിക്കുന്നത്? ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി നോക്കിയാലോ? ആ 2ാമത്തെ ആക്ടിവിറ്റി ഒന്ന് നോക്കിയേ, എന്തൊക്കെയാ അവിടെ കാണിച്ചേക്കുന്നത്? ശരീരത്തിന് ആരോഗ്യം നൽകുന്നതാണ് എന്ത്, ആഹാരം. അപ്പൊ അവിടെ താഴെ കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒക്കെ പടം കൊടുത്തേക്കുന്നുണ്ടോ? അറിയാമോ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ? ഓക്കെ, അവിടെ എന്ത് എഴുതിയിരിക്കുന്ന? ആദ്യത്തെ ആപ്പിൾ എഴുതിയിരിക്കുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് ഏതാ ആപ്പിള്? 2ാമത്തെയാണോ ആപ്പിള്? ആണോ? 2ാമത്തെയാണോ ആപ്പിള്? ഒരാള് മാത്രം പറയുന്നേ. 1ാമത്തെ അല്ലേ? അത് മുന്തിരിയാണോ? ഓക്കെ. അപ്പൊ 2ാമത്തെ
ആപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത താഴെ എന്താ കൊടുത്തേക്കുന്നത്? മാംഗോ. മാംഗോ, ഇതിലേതാ മാംഗോ? മൂന്നാമത്തെ. നിങ്ങളൊക്കെ മിടുക്കരാണ്, ടീച്ചറാണല്ലോ എല്ലാം തെറ്റിച്ച് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? നമുക്ക് കഥയിലേക്ക് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വിധവയുടെ അടുത്തേക്ക് ഏരിയാവെത്തി. എന്താ ചോദിച്ചു എന്ന് പറഞ്ഞേ? അപ്പം ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് വേണം? ഒരു ഗ്ലാസ് വെള്ളം വേണം, കുറച്ച് അപ്പം ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം എടുക്കാൻ പോകുമ്പോൾ നീ എന്ത് ചെയ്യണം? തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെ വരണ്ട, ഒരു പാത്രത്തിൽ എന്ത് ചെയ്യാം, ഒരു അപ്പം എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പൊ സ്ത്രീ എന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെ ഒന്നുമില്ല. കാരണം എന്താ, ക്ഷാമൊക്കെ വന്നിരിക്കുമല്ലേ, വീട്ടിലൊന്നുമില്ല. ആകെ കുറച്ച് എന്തുള്ളൂ, ഒരു മാവും കുറച്ച് എണ്ണയുള്ളൂ. അതിൽ കുറച്ച് എന്ത് ചെയ്യണം, അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ മകനും കൂടിയിട്ട് കഴിച്ചിട്ട് മരിക്കാനിരിക്കാന്നാ പറഞ്ഞേ. അപ്പൊ എന്താ, അവിടെ ക്ഷാമമായതുകൊണ്ട് ആ ദേശത്തെങ്കിലും എന്തില്ല, ഒന്നും കിട്ടാനില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏരിയ വന്ന് എന്ത് ചോദിക്കുന്നത്? ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുപോവാ, പിന്നെ എന്തും കൊണ്ടുവരണം, ഒരപ്പവും കൊണ്ടുവരാൻ പറയുന്നത്. സ്ത്രീ അപ്പൊ തന്നെ ദയനീയാവസ്ഥ എന്ത് ചെയ്തു? തനിക്ക് ഇല്ലായ്മ എന്ത് ചെയ്തു? അറിയിച്ചു. ഓക്കെ, ചൈന മതിൽ എന്ന് പറയുമ്പോൾ അത് കുറേ വലിപ്പമുള്ള മതിലാണ്. അതുപോലെ വേറൊരു മതിലാണ് എരികോ മതിൽ. അതായത് എരികോ മതിലിന് ഭയങ്കര ഉയരവും അതുപോലെ തന്നെ നീളവും എല്ലാം. അതിൽ പല ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. പല ആളുകളും അവിടെ വീടുകൾ വെച്ച് അതിൻ്റെ പുറകിലും മുന്നിലും എല്ലാം താമസിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റിയുടെ പേരാണ് രാഹാബ്. രാഹാബ് ആ ആൻറ്റി ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. അങ്ങനെ ആൻറ്റി ദൈവത്തോടെല്ലാം പ്രാർത്ഥിക്കും. എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തോട് ചോദിച്ച് പറഞ്ഞ് ആ ആൻറ്റിക്ക് അങ്ങനെ ദൈവത്തോട് ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ആ ആൻറ്റിക്ക് എന്തൊക്കെ ദർശനങ്ങൾ കിട്ടി. അതുപോലെ തന്നെ ആൻറ്റി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ദൈവത്തോട് ചോദിക്കും. ദൈവത്തിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ യേശു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആ ആൻറ്റിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കി. അതുപോലെ പല പല രീതികളിൽ യേശു ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ആൻറ്റിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആ ആൻറ്റി ഈ മതിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ വീതിയുള്ളതും മതിലിൻ്റെ അതായത് ഒരു ആൻറ്റി ഒരു കനാന്യ സ്ത്രീയായിരുന്നു. ആ ദൈവത്തിന് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് രണ്ട് ഇസ്രയേലി ആളുകൾ ആ ആൻറ്റിയെ കുടിക്കുവാൻ വന്നപ്പോൾ ഈ ആൻറ്റി എന്ത് ചെയ്യുന്നു, അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാളുണ്ടെന്നൊക്കെ ആ ആൻറ്റിയെ കുടിക്കുവാൻ വന്നപ്പോൾ ഈ ആൻറ്റി അവളുടെ ആൻറ്റിയെ കുടിക്കുവാൻ വന്നു. എൻ്റെ കൂടെ ആണല്ലോ. അപ്പോൾ നമ്മുടെ എമറാൾഡ് ഗ്രൂപ്പിനെ പ്രതികരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ 4ാമത്തെ പാഠം ആണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അതിനെ എഴുതിയിരിക്കുന്നത് പ്രായത്തെ കവിഞ്ഞ് ലഭിച്ച ധൈര്യം. മനുഷ്യർക്ക് എല്ലാവർക്കും ധൈര്യമുണ്ട്, പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ ധൈര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല, ചിലർക്കേ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്
ചില കുഞ്ഞുങ്ങൾക്കാണ്. കുഞ്ഞുങ്ങളെക്കാൾ അതിജീവിക്കുന്ന ഒരു ധൈര്യം ചില ചെറുപ്പക്കാർക്ക്. 3 പിക്ചറാണ് എനിക്ക് തന്നിട്ടുള്ളത്. 1 ചെറിയ കുഞ്ഞുങ്ങളുടെ പടം, 2 യുവാക്കളുടെ പടം, 3 വാർത്തയ്ക്കില്ല അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, എല്ലാവരെയും ധൈര്യപ്പെടുത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ നമ്മുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, ദൈവത്തിൻ്റെ ആ സുവിശേഷം എല്ലാവരോടും അറിയിക്കുക. ഇതാണ് നമ്മുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പേടിയും നാണവും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തെ സേവിക്കാൻ ധൈര്യത്തോടെ ഉറപ്പോടെ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിക്ക് ദൈവമാണ് ധൈര്യം നൽകുന്നത്. അപ്പൊ ധൈര്യം ഇന്ന് ആർക്കൊക്കെ ഇല്ലേ? ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പഠിപ്പിച്ച പാഠത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും പറയാം. അദ്ദേഹത്തിന്റെ പേര് കാലേബ് എന്നാണ്. കാലേബിന് 85 വയസ്സുള്ളപ്പോ കാലേബ് പറയാണ്, യോശുവയോട് പറയാണ്, എന്താ, എനിക്ക് ആ മല മതിയെന്ന്. അത് തന്നെ മല്ലന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അല്ലേ, ഭയങ്കര മസിലും ഗുസ്തിയൊക്കെ അറിയാവുന്ന ആളുകൾ. അങ്ങനെയുള്ളവരുടെ മല മതി. അതിനൊരു പ്രത്യേക ധൈര്യം വേണം. നമ്മൾ വിചാരിച്ച ഒരുപക്ഷെ ചിലരെ കൊണ്ടൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ എല്ലാവരെയും കൊണ്ട് നടക്കില്ല. 85 വയസ്സുള്ള ഒരു അപ്പനെ ഇന്ന് നോക്കിയാൽ മിക്കവാറും പേര് വടിക്കാകത്ത അല്ലെ, ഒന്നുമില്ലെങ്കിൽ കസേര അല്ലെങ്കിൽ വടി, പുറത്തിറങ്ങിയ വടി ഉണ്ടാവും. അപ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് ആ മല്ലന്മാരുടെ മല മതി. ഇന്നത്തെ ഈ ലോകവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഷുഗറായി, കൊളസ്ട്രോൾ ആയി, എല്ലാം ആയി. അല്ല, അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇതാവുമല്ലോ, എന്നും ഇങ്ങനെ ഇരിക്കില്ലല്ലോ, കുറെ കഴിയുമ്പോ മാറും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്താനാണ് ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞില്ല അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അവർക്കുള്ള മറുപടിയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് വരും നാളുകളിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചോളാം. ഓക്കെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വലിയ തടസ്സങ്ങളും വലിയ മലയും കണ്ടപ്പോ ഇങ്ങനെ പുറകിലേക്ക് പതുക്കെ മാറി. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ്. വലിയ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പരസ്യോഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരെവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അങ്ങനെയുള്ളെങ്കിൽ അവൻ ഭയങ്കര ഭക്തനാക്കി. അപ്പോ എല്ലാവരും പതുക്കെ പുറകോട്ട് മാറുമ്പോൾ പ്രായമുള്ള ഒരു അപ്പച്ചൻ പറയുകയാണ്, എനിക്ക് അന്നത്തെ പോലെ ശക്തിയുണ്ട്. ഈ ശക്തി എവിടെ കിട്ടി? ഇത് ദൈവം നൽകിയതാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ പോണേ ഉള്ളൂ. അപ്പൊ ആ ചെറിയ ക്ലാസ് ഉണ്ട്, അവർ പറയും. അപ്പൊ നിങ്ങൾ പടവെട്ടി ഇങ്ങനെ വരണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റുള്ളവരുമായി എന്ത് ചെയ്യണം? സംസാരിക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ഇത് ഈ കാലഘട്ടത്തിൽ സംസാരം ഏറ്റവും ചുരുങ്ങിയിരിക്കുക. എല്ലാവരും നിങ്ങളെ ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിയാൽ അറിയാം, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിലൊക്കെ, എൻ്റെ വീട് കോലഞ്ചേരിയിലാണ്, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും മറ്റുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റായി അതിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ഇവിടെ ഒരു കാലേബ് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായി. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ പാഠത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളതെല്ലാം ചെറുതായി കണ്ടിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അകത്ത് ഇന്നു മുതൽ ഈ ചെറിയ പ്രായത്തിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് വന്ന് അവൻ വരും നാളുകളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമുക്ക് ധൈര്യം തരും. ഈ വചനങ്ങൾ